സെലട്രിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ജനുവരി മാസം 21 സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ശാന്തതയുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അറിയപ്പെടുന്നത്. നീണ്ട 20 വർഷം വേണ്ടി വന്നു. വളരെ കോപിഷ്ഠനായ ഒരു മനുഷ്യൻ ശാന്തനായ ഒരു വിശുദ്ധനായിട്ട് തീർന്ന് ശാന്തതയുടെ മധ്യസ്ഥനായി തീരാനായിട്ട് നീണ്ട 20 വർഷം വേണ്ടി വന്നു എന്നാണ് ഫ്രാൻസിസ് ഡി സാലസിന്റെ ജീവചരിത്രം നമ്മളോട് പറയും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ശാന്തത എന്നുള്ളൊരു പുണ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചായിട്ടത്. ഇവിടെ ഈശോ പിതാവിനോട് പറയുകയാണ്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. ഈശോയുടെ ഒരു ദൗത്യം എന്തായിരുന്നു? ഈശോയ്ക്ക് പിതാവ് നൽകിയവർക്ക് പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ പൗലോസിനെ നമ്മളോട് പറയുകയാണ്, ഞാൻ ജെറുസലേം മുതൽ ഇല്ലീരിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 2 വചനവായനകളും നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പരിശ്രമിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പോലെ തന്നെ, വിശുദ്ധ പൗലോസിനെ പോലെ, ഈശോ ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, സാധാരണക്കാരൻ്റെ ഒരു ജീവിതത്തിൽ അത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറി വരട്ടെ, അതിനിടയിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കയറി വരട്ടെ, ഇവിടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കയറി വരട്ടെ, 1-2 വചനങ്ങളൊക്കെ കയറി വരട്ടെ ആ സംസാരത്തിനിടയിൽ. നമ്മൾ ഇന്നത്തെ വചനവായനകൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.